ഇത് ഞാൻ തന്നെ ചെയ്യുന്ന ഗരം മസാലയാണ്. ഗരം മസാല നമ്മളിവിടെ വാങ്ങാറില്ല. ഇത് ജീരകവും പെരുംജീരകവും പട്ട, കുറച്ച് ഗ്രാമ്പു, ഏലക്ക, ഇതെല്ലാം കൂടി ഇട്ട് പിന്നെ സ്റ്റാർസും ഇട്ടിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കും. ചൂടായതിന് ശേഷം ഒന്ന് പൊടിച്ചെടുക്കുന്നു. അപ്പോൾ നമ്മുടെ ഗരം മസാല റെഡിയാവും. സോ നമ്മൾ കുറേ നാളായി ഇപ്പോൾ ഗരം മസാല വാങ്ങാറില്ല കടയിൽ നിന്ന്, നമ്മൾ തന്നെ ഉണ്ടാക്കുന്നത്. അതുപോലെ മല്ലിപ്പൊടിയും, ഇനി മല്ലിപ്പൊടിയും കൂടെ അത് പൊടിച്ച് വയ്ക്കാം. ജസ്റ്റ് ഒരാഴ്ചത്തേക്ക്, ഒരുപാട് ഞാൻ ചെയ്യാറില്ല. അതിൻ്റെ ഫ്രഷ്നെസ് അല്ലെങ്കിൽ ഒരുപാട് ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. കുറേ അധികം ഞാൻ മസാലപ്പൊടിയും മല്ലിപ്പൊടിയും ഒക്കെ ആക്കുന്നത്. പക്ഷെ കുറച്ച് കഴിയുമ്പോഴേക്കും അത് ഈവൻ ദോ അത് എയർ ടൈറ്റ് കണ്ടെയ്നറിലാണെങ്കിൽ ആ ഒരു ഫ്രഷ്നെസ് പോവും. അതുകൊണ്ട് ഞാൻ ഒരാഴ്ചത്തേക്കുള്ള ഉണ്ടാക്കി വയ്ക്കത്തുള്ളൂ. വീക്കെൻഡ്സിൽ ഇതുപോലെ പൊടിച്ചു വയ്ക്കും. ഇനി നെക്സ്റ്റ് കുറച്ച് മല്ലി ചൂടാക്കിയെടുക്കും. ഇനി ഞാൻ ചെറിയൊരു പ്ലേറ്റിലോട്ട് മാറ്റി വെച്ചിരിക്കുകയാണ്. ഒന്ന് ചൂടാറിയതിന് ശേഷമാണ് നമ്മളിതൊന്ന് പൊടിച്ചെടുക്കുന്നത്. എല്ലാവർക്കും അറിയാവുന്ന കാര്യം, പുതുതായിട്ടൊന്നുമില്ല. ജസ്റ്റ് ചൂടും. സോ എൻ്റെ മല്ലിപ്പൊടി ആയിട്ടുണ്ട്, പൊടിഞ്ഞു വന്നു. സോ നമ്മുടെ കൊറിയാണ്ടർ പൗഡർ റെഡി. ഇനി ഗരം മസാല പൊടിക്കാം. നമ്മുടെ ഗരം മസാല വന്നിട്ടുണ്ട്. നമ്മുടെ ഈ മസാലകൾ റെഡി. സോ നമ്മുടെ ന്യൂ കൊറിയാണ്ടർ ഗരം മസാലയും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കിങ്ങിലേക്ക് പോകാം.